അങ്ങനെ ഫൈനലി ഇന്ന് നമ്മുടെ ഹോം ടൂർ വീഡിയോ വന്നിരിക്കുകയാണ്. ഒരു സാധാ ഹോം ടൂർ കേട്ടോ. ജസ്റ്റ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത ഒരു ഹോം ടൂർ വീഡിയോ. നിങ്ങളെല്ലാവരെയും റിക്വസ്റ്റ് ഞാൻ കണ്ടിരുന്നു, DMസും കണ്ടു, അതേപോലെ കമൻറ്റ് സെക്ഷനിലും ഹോം ടൂർ വീഡിയോ ചെയ്യൂ എന്നുള്ള റിക്വസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ ഒന്നും ഇഗ്നോർ ചെയ്തതല്ല, കുറച്ച് തിരക്കിലായതുകൊണ്ട് വീഡിയോസ് എല്ലാം അറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം പിടിച്ചു. സോ here's a home tour video. Hope you all will enjoy it. So keep watching. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട്ടുപേര്, ബൈത്തൽ സഫിയ. ഞങ്ങൾ കുറേ മുന്നേ തീരുമാനിച്ച പേരാണിത്. So once again, hello everyone and welcome back to our channel. അങ്ങനെ കയറുമ്പോൾ തന്നെ ഇതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ. ഇതിൻ്റെ മുന്നിലുള്ള വ്ളോഗ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൈനിങ് ടേബിൾ നമ്മളെ മയൂരി ഫർണിച്ചേഴ്സിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണക്റ്റഡ് തന്നെയാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ, അതായത് ഓപ്പൺ ഏരിയയാണ്. ശരിക്കും ഇതിനൊരു പാറ്റിയോ ഏരിയ എന്നാണ് പറയുക. കുറച്ച് ഗസ്റ്റ് അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്താൽ ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയൻ്റെ ഇടയിൽ വരുന്ന പാർട്ടിഷൻ ബോർഡ്. ഇത് നമ്മളെ ബിൽഡേഴ്സിൻ്റെ വക തന്നെയായിരുന്നു നമുക്ക് കോംപ്ലിമെൻ്ററി ആയി ചെയ്തത്. ശരിക്കും കാര്യമായിട്ട് ഞങ്ങൾ കുറേ ഇൻറ്റീരിയർ വർക്ക്സിലേക്ക് പോയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഓവറായിട്ട് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെ പ്ലാൻ. സോ ജസ്റ്റ് വിത്ത് സം ബ്രൈറ്റ് കളേഴ്സ്, കുറച്ച് ലൈറ്റ് കളേഴ്സ്, കർട്ടൻസ്, വാൾ പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെ ചെയ്ത്. ഇതാണ് നമ്മളെ റൂം, ഞങ്ങളുടെ മാസ്റ്റർ എന്ന് പറയാം. അങ്ങനെ എല്ലാ റൂംസും മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്, എല്ലാത്തിലും അറ്റാച്ച് വാഷ്റൂം വരുന്നുണ്ട്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. പ്ലാനിനനുസരിച്ച് ഇതായിരുന്നു ഫസ്റ്റ് ബെഡ്റൂം. ഇതിലൊരു ബേ വിൻഡോ ആണ് വരുന്നത്. ബേ വിൻഡോ ശരിക്കും ഫുള്ളി ഓപ്പൺ ആണ്. അവിടെ ഞങ്ങൾ മൊത്തത്തിൽ കർട്ടൻ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത്. ശരിക്കും ഡേ ലൈറ്റ്സിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭംഗി മനസ്സിലാവുക. താഴത്തെ 2 ബെഡ്റൂംസാണ് വരുന്നത്. പിന്നെയാണ് ഇനി മുകളിലോട്ട് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് ബെഡ്റൂം. ഈ കാണുന്ന ബെഡിങ്സും കംഫർട്ടർ സെറ്റൊക്കെ ഞാൻ ദുബായിൽ നിന്ന് ഹോം ബോക്സിനാണ് പർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് കാർഗോ ചെയ്തത്. നമ്മൾ കാർഗോ അൺപാക്കിംഗ് പാക്കിംഗ് എന്നുള്ള വ്ളോഗ്സ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഈ ബെഡ്റൂമിലെ വാഷ്റൂം. വാഷ്റൂംസ് ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ടോപ്പ് ഫ്ലോറിലെ ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഫേസിങ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിൽ നിന്ന് തൊട്ടപ്പുറത്താണ് നമ്മൾ ഈ തേർഡ് ബെഡ്റൂം വരുന്നത്. ശരിക്കും ഈ ബാൽക്കണിയിൽ നമ്മളൊരു ടീ ടേബിൾ സെറ്റൊക്കെ ചെയ്യുന്ന പ്ലാനിലായിരുന്നു. പിന്നെ ഈ കാണുന്ന ലിവിങ് ഏരിയ ഒന്നും ഞങ്ങൾ ഫർണിഷ് ചെയ്തിട്ടില്ല, അത് പിന്നെ പ്ലാൻ ചെയ്യാമെന്ന് കരുതി. ഇതാണ് നമ്മളെ സ്റ്റെപ്സിൻ്റെ ഏരിയ. പിന്നെ ഇങ്ങനെ ഒരു വലിയ ഓപ്പൺ ഡ്രസ്സാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൂഫ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഷീറ്റ് ഇട്ടിട്ട് അത് തൽക്കാലം ഒരു വാഷിംഗ് ഏരിയ ആക്കി മാറ്റി, വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ട് ഒരു ലോണ്ട്രി ഏരിയ. അപ്പോൾ ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ റൂമൊക്കെ അവിടെ പ്ലാൻ ചെയ്യാം. ഈ കാണുന്ന ലൈറ്റ്സൊക്കെ ഇപ്പോൾ പീസ് ഞങ്ങൾ തന്നെ പോയി സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്തതാണ്. സ്റ്റെപ്സ് ഇറങ്ങി താഴത്തേക്ക് വന്നാൽ ഇങ്ങനത്തെ ഒരു റീഡിങ് ഏരിയ എന്നുള്ള സ്പേസ് നമുക്ക് ഉണ്ട്. ഭയങ്കര ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ തന്നെ പറയാം നമുക്ക്. സ്റ്റെപ്സിൻ്റെ താഴത്തുള്ള ഒരു ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്ത്, യൂഷ്വലി നമ്മളെ പഴയ പ്ലാൻസിലൊക്കെ അവിടെ വാഷ്റൂമോ അല്ലെങ്കിൽ ഒരു വാർഡ്രോബൊക്കെ ആക്കി മാറ്റലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് കിട്ടിയതുകൊണ്ട് ഹാൾ വലിയ നല്ലൊരു വിശാലത കിട്ടും നമുക്ക് ഡൈനിങ് ഹാളിൽ. എൻ്റെ കുറേ ഫോളോവേഴ്സ് എന്നോട് DMസിലും കമൻസിലും ചോദിക്കാറുണ്ട് ഈ ഡിന്നർ സെറ്റും അതേപോലെ ഈ മാറ്റ്സ് എവിടെ നിന്നാണ് എടുത്തത്. ഡിന്നർ സെറ്റ് ഞാൻ കുവൈത്താത്ത് ലുലു അലയിൽ നിന്നാണ് എടുത്തത്. അതേപോലെ ഈ മാറ്റ്സ് പാൻ എമിറേറ്റ്സ് അലയിൽ നിന്നാണ് എടുത്തത്. ഡൈനിങ് ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വാഷ് ഏരിയ, ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ റീഡിങ് ഏരിയ വരുന്നത്. ഇനിയാണ് നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്.
ഈ കാണുന്ന കിച്ചൺ ഞങ്ങൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതിൽ ഓരോ ടാപ്പ് മുതൽ ആക്സസറീസ് വരെ ഞങ്ങൾ പറഞ്ഞ് ആക്കിയതാണ്. നമ്മളെ എഞ്ചിനീയർ തന്നെയാണ് നമുക്കിത് ചെയ്തെന്നത്. ഈ കിച്ചണിൽ 2 വാഷ് ഏരിയയാണ് വരുന്നത്. ഒന്ന് വർക്ക് ഏരിയ സൈഡിൽ, ശരിക്കും വർക്ക് ഏരിയ ഞങ്ങൾ കിച്ചൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മോഡുലർ ഏരിയയിൽ ഒരു സിങ്കും വരുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യാറാണ്. പിന്നെ യൂട്ടൻസിൽസ് പാത്രങ്ങളൊക്കെ കഴുകാൻ ഞങ്ങൾ വർക്ക് ഏരിയത്തെ സിങ്കാണ് യൂസ് ചെയ്യൽ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇവരെ ശരിക്കും ഒരു 4-5 ആൾക്കൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലമാണ്. ഈ കാണുന്ന അപ്ലയൻസസ് ഒക്കെ അധികം ഞാൻ പർച്ചേസ് ചെയ്തത് എവിടെ നിന്നാണ് ഇതിൻ്റെ മുന്നിലുള്ള വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിലൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഈ കാണുന്ന കൗണ്ടർ ടോപ്പ് ശരിക്കും നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഈ കാണുന്ന ജാർസിൻ്റെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ദുബായ് ഹോം ബോക്സ് എന്നാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് വീട്ടിലേക്ക് വേണ്ടി. ഈ കാണുന്ന ഏരിയയാണ് ശരിക്കും നമ്മളെ വർക്ക് ഏരിയ സ്പേസ്. ഇത് നമ്മൾ കിച്ചൻ്റെ ഉള്ളിലോട്ടാണ് എടുത്തത്. പിന്നെ ഈ വാൾ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ നമ്മുടെ എഞ്ചിനീയറുടെ വകയായിരുന്നു, ബിൽഡേഴ്സിൻ്റെ. ആ ഏരിയയിൽ നമ്മളിങ്ങനെ ഒരു ഫേക്ക് ഗ്രാസിൻ്റെ ഷീറ്റ്, ഫേക്ക് പ്ലാന്റ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒരു ഏരിയ സെറ്റ് ചെയ്ത്. ഇതാണ് പുറത്ത് ചെറിയൊരു അടുപ്പ്, ജസ്റ്റ് ഫോർ ഫ്രൈയിങ് അങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിങ്ങിന് വേണ്ടി. സ്ഥലപരിമിതി ആയതുകൊണ്ട് നമ്മൾ വലിയ വർക്ക് ഏരിയ ഒന്നും ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുട്ടി വർക്ക് ഏരിയ, പക്ഷേ വിറകലുള്ള കുക്കിങ്ങൊക്കെ അവിടെ അഡ്ജസ്റ്റ് ആവും. ഇതാണ് നമ്മളെ കിണർ. കുറച്ച് ബാക്കിലാണ് സംഭവം. നമ്മളെ കിച്ചൻ്റെ കുറച്ച് അടിയിലോട്ടാണ് വരുന്നത്, പക്ഷേ സ്ലാബിട്ട് സേഫാണത്. പിന്നെ ബാക്കിലുള്ള ഏരിയയാണ്, അത് കുറച്ച് വർക്ക്സ് അവിടെ പെൻഡിങ് ഉള്ളതുകൊണ്ട് അവിടെ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഇതാണ് നമ്മളെ കിച്ചൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ മുന്നിലുള്ള വ്ളോഗിൽ നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വേർട്ടിക്കൽ ഗാർഡൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത്. നമ്മൾ ചെറിയൊരു ഗാർഡനിങ് നടത്തിയിട്ടുണ്ട്. ഉമ്മയാണ് ശരിക്കും ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത്, അതേപോലെ വേർട്ടിക്കൽ ഗാർഡൻ പോലും. പിന്നെ ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ മുറ്റം. നമുക്ക് കണ്ടാൽ ഇത്ര വലിയ മുറ്റം കിട്ടുമെന്നൊന്നും കരുതിയിരുന്നില്ല, കാരണം നമ്മുടെ ഏരിയ ശരിക്കും 5 സെൻറ്റാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം 2 വണ്ടിയൊക്കെ കയറി പാർക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ. അങ്ങനെ ഇതായിരുന്നു നമ്മൾ ചെറിയൊരു ഹോം ടൂർ വീഡിയോ, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ആരെയും വിളിച്ച് ഷൂട്ടൊന്നും ചെയ്തില്ല, കാരണം കുറേ വർക്ക്സ് ഇനിയും പെൻഡിങ് ഉണ്ട്. അതേപോലെ എക്സ്റ്റീരിയർ പെയിൻറ്റിങ്സ് ഒന്നും തൊട്ടിട്ട് തന്നെ അല്ല, അതെല്ലാം പെൻഡിങ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒന്നായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീടിൻ്റെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സജഷൻസ് ആർ മോസ്റ്റ് വെൽക്കം. So we'll see you in the next one. Till then, thank you. Bye-bye.